ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് വിഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നലെ വരെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നന്ദി. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ ഇന്നലത്തെ ഭീമാപള്ളി യാത്രയും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഭീമാപള്ളിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഞാനും മീനുക്കുട്ടിയും ഞങ്ങൾ ഈ സമയത്ത് ചോറൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ ഭീമാപള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ തന്നെ ഇരുന്ന് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചായിരുന്നേ. ഞങ്ങൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം അടുത്ത് ഞങ്ങൾ യാത്ര ഇങ്ങനെ പോവുകയാണ്. ഇപ്പം നമ്മളിങ്ങനെ ഹൈവേ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈവേ വഴി പോയി ഒരു ഇട റോഡ് കയറി നമ്മൾ നേരെ എവിടെ എത്തി? നമ്മളെ സെന്റ് തോമസ് ചർച്ച് പൂന്തുറ. അപ്പം നമ്മൾ ഇതാ പൂന്തുറ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഭീമാപള്ളിക്ക് അടുത്ത് തന്നെയാണ് പൂന്തുറയും. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടാണ്, അടുത്തായത് കൊണ്ടാണ് ഇങ്ങോട്ട് കൂടി വരാമെന്ന് കരുതിയത് കേട്ടോ. അങ്ങനത്തെ ഇത് നമ്മുടെ പാരിഷ് ഹാളാണ്, നമ്മൾ പള്ളിയായിട്ട് ബന്ധപ്പെട്ടുള്ള പാരിഷ് ഹാളാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ നല്ല പള്ളി കേട്ടോ, സെന്റ് തോമസ് ചർച്ചാണ്, നമ്മുടെ കരിങ്കല്ല് പൂന്തുറയിലുള്ള അടിപൊളി ഒരു ചർച്ച്. അതുപോലെ കളറൊക്കെ വെറൈറ്റി അല്ലേ? അതല്ല കണ്ട ശ്രദ്ധിച്ചാൽ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളതിനേക്കാളും വെറൈറ്റി കളറായിട്ടുള്ള പള്ളി. പൂന്തുറ ഭീമാപള്ളി എല്ലാം ഏകദേശം ഒരേ ഏരിയ തന്നെയാണ്. നമ്മൾ റോഡ് മാറി വരുമ്പോൾ റോഡ് വാരം വരുമ്പോഴത്തേക്ക് നേരത്തെ ദൂരം കൂടുതലാണ്, നമ്മൾ വരുമ്പോഴത്തേക്ക് കുറച്ച് ദൂരം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മുടെ കടൽ എന്നുള്ള രീതിയിൽ നമ്മുടെ കടലമ്മയുടെ ആ ഏരിയ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഏകദേശം ഒരേപോലെ തന്നെയാണ്. പൂന്തുറ തന്നെയാണ് പൂന്തുറ ഏറ്റവും കൂടുതൽ എന്താ പറയാ മീന് കിട്ടുന്ന ഏരിയ കടപ്പുറം എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ട് ഏറ്റവും വലിയ തിരുവനന്തപുരത്തിലെ ഏറ്റവും വലിയ കടലാണ്. ഏറ്റവും കൂടുതൽ മീനും ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളും ഇവിടെയാണ് കേട്ടോ. അതെ, ഇവിടെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവര് താമസിക്കുന്ന സ്ഥലത്തോട്ട് വെള്ളം നമ്മുടെ തിര ഇപ്പൊ ഇടിച്ച് കയറായിരുന്നു. ഞാൻ വിഴിഞ്ഞം പോർട്ടിന്റെ ഒക്കെ പണി നടക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ കടലിൽ ഒരുപാട് നമ്മൾ വെളിയിലോട്ട് കയറുന്നു എന്നുള്ളൊരിത് സംസാരത്തിലുണ്ട്. നമുക്കും കറക്റ്റ് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ ഓരോരുത്തർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കടലിനോട് ചേർന്ന് അതുകൊണ്ട് കടൽ ഭിത്തി പോലെ എന്ന് പറഞ്ഞാൽ കുറെ കരിങ്കല്ലുകൾ കൊണ്ട്, കെട്ടല്ല ഇത്, കരിങ്കല്ലുകൾ കൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നതാണെന്ന് പോയിട്ടുണ്ടല്ലോ. അതെ, കുറച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇതില് ഈ വീടുകളിലൊന്നും വെള്ളം അടിച്ച് കയറാതിരിക്കാനായിരിക്കാം എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആർക്കും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല തോന്നുന്നല്ലേ. ദൂരെ നിന്ന് കടലിൽ കണ്ട് ആസ്വദിച്ച് മടങ്ങാനേ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. അതെ, മീനുകുട്ടി ഭയങ്കര വിഷമമായിരുന്നു, ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഒരുപാട് വേസ്റ്റുകളൊക്കെ വന്ന് അടിഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ ഇതിനു മുമ്പൊക്കെ നമ്മളടുത്ത് നോക്കിയ വീഡിയോയിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഈ കടൽ തീരം കാണാനായിട്ട്. ഇപ്പൊ കണ്ടോ കിടക്കുന്നത്? ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ സെന്റ് തോമസ് ചർച്ച് എൻ്റെ നേരെ ബേക്ക് ഭാഗമാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സെന്റ് തോമസ് ചർച്ചിന്റെ ബേക്ക് ഭാഗം അല്ല, ഫ്രണ്ട് ഭാഗം. ഈ പള്ളി എന്ന് പറഞ്ഞാൽ കടലിലോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. റോഡ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പള്ളിയുടെ ബേക്കായിട്ടാണ് റോഡ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മളിങ്ങനെ കുറേ നേരം വരെയൊക്കെ നിന്ന് കേട്ടോ. ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കുറേ നേരം നിന്ന് ആ കടലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. കടൽ ഇഷ്ടമില്ലാത്ത ആളുകൾ കാണത്തില്ലല്ലേ. എല്ലാവർക്കും ഈ കൊച്ചുകുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ കടലിൽ കളിക്കാനും തീര നോക്കി നിൽക്കാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. നമുക്കിങ്ങനെ ഈ സിറ്റിയിലോട്ടൊക്കെ പോകുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവം നമുക്ക് കടലൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത്. പക്ഷെ പറയാതിരിക്കാൻ വയ്യല്ലേ, നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ വീടുകൾ ഇങ്ങനെ അടുത്തിരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് എന്താണെങ്കിലും ഒരു ഉൾഭയം ഉണ്ടല്ലേ. ഞങ്ങൾ നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ കടലിന്റെ ആ കെട്ടിയിരിക്കുന്ന കല്ലിന്റെ മീതെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നതിന്റെ തൊട്ട് ബാക്കിൽ ഒരു 3 അടി മാറി വീടാണ് ഇരിക്കുന്നത് കേട്ടോ. അതെ അതെ അതെ, ഒരു ആട്ടോ പോകാനുള്ള വീതിയുള്ളതിന്റെ വേറെ ബാക്കിൽ വീടാണ്. വീടെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു എല്ലാം വാർത്ത വീടുകളൊക്കെ ഉണ്ട്, ഓടിട്ട വീടുണ്ട്, എല്ലാം കുഞ്ഞു 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 വീടുകൾ എല്ലാം ഇങ്ങനെ ചേർന്നിരിക്കുന്നു. അവര് വളരെ സന്തോഷപൂർവമായിരിക്കാം അവര് ജീവിക്കുന്നത് എന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത മാർഗവും ലോകവും എല്ലാം ഇതാണല്ലോ. കടലമ്മയാണ് അവരുടെ ജീവിത മാർഗവും ലോകവും എല്ലാം. അപ്പൊ അതുകൊണ്ടാവാം അവരവിടെ നിന്ന് മാറി താമസിക്കാത്തത്. നമുക്ക് കാണുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ. കുഞ്ഞു മക്കളെല്ലാരും കൂടെ നിന്ന് പള്ളിയുടെ ഗ്രൗണ്ടിൽ മുറ്റത്തൊക്കെ ഓടി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർക്ക് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷമൊന്നുണ്ട്. നമ്മൾ ഇതിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ കടലമ്മ ശോഭിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുക. അല്ലെങ്കിൽ അമ്മ പെട്ടെന്ന് അങ്ങനെ ഇവരൊന്നും ചെയ്തൊന്നുമില്ല. നമ്മൾ കടലമ്മ എപ്പോഴും ഇവർക്ക് സഹായമേ ചെയ്തു കൊടുക്കാറുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ കേട്ടിട്ടുള്ള പണ്ട് കാലങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് കടലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് കടൽ ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുക്കുക. പക്ഷേ കടലിനെ നമ്മൾ ദ്രോഹിക്കുമ്പോൾ മാത്രമാണ് കടല് തിരിച്ച് നമ്മളോട് ശോഭിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കാണ്
ചുറ്റാവുള്ള വീടുകളെ അത് ബാധിക്കുന്നത്. നല്ല കുടുംബക്കാരെയും അഴുക്ക കുടുംബക്കാരെയും നല്ലതാണോ അഴുക്കയാണോ എന്ന് അറിഞ്ഞിടാത്ത രീതിയിൽ എല്ലാവരെയും അത് ബാധിക്കുന്നു. കുറേ നേരം വരെയൊക്കെ നമ്മളിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീനുക്കുട്ടി നിന്ന് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ കടലിൻ്റെ തിരമാലകളൊക്കെ. മീനുകുട്ടിക്ക് താഴോട്ട് ഇറങ്ങിക്കൊള്ളാൻ വയ്യ. അങ്ങനെ മീനുകുട്ടിയുടെ അടുത്ത് ഞാൻ പ്രോമിസ് കൊടുത്തു, മീനുകുട്ടിക്ക് ഇറങ്ങാനുള്ള സൗകര്യം നമ്മൾ കൊടുക്കാന്നല്ലേ. ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ ഇറങ്ങാനുള്ള ഒരു സൗകര്യം കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങനെയൊക്കെ നോക്കി നിന്നപ്പോഴത്തേക്കൊക്കെ വളരെ രസമുണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് പേര് അവിടെ നിൽക്കുന്ന മാമാരൊക്കെ എന്ത് സഹകരണമാണ്. അവരെല്ലാവരും വന്നിട്ട് നമ്മൾ ചോദിച്ചു, ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇവിടെ ഇങ്ങനെ ഇതേപോലെ കെട്ടിയൊക്കെ അടച്ചിക്കുന്നുണ്ട്. നമ്മൾ ചോദിച്ചായിരുന്നു ഇവിടെ നിൽക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അപ്പോഴവർ പറഞ്ഞ മക്കളെ ഇങ്ങനെ താഴോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, ഇപ്പം ഇറങ്ങരുത്, കടലിൽ കയറി നിൽക്കുകയാണ്. സൈഡിലൊക്കെ നിന്ന് നിങ്ങൾ പറ്റുന്ന വീഡിയോ ഒക്കെ എടുക്കുകയുള്ളൂ, നിങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോളൂ എന്നൊക്കെ അവർ പറഞ്ഞായിരുന്നു. അവർ എല്ലാവരും പുറത്ത് നിന്ന് വളരെ വളരെ സന്തോഷപൂർവ്വം എന്താ പറഞ്ഞാൽ അവര് ആളും തിരക്കും ഇല്ലെന്നോ, ആളും തിരക്കും ഇല്ല. പക്ഷേ അവരവിടെ ഉള്ള വീട്ടുകാരുണ്ടല്ലോ, അവരെന്ന് പറഞ്ഞാൽ എല്ലാവരും പുറത്തിറങ്ങി കൂട്ടത്തോടെ ഇരുന്ന് അവര് ചിരിയും കളിയും ബഹളങ്ങളും. പക്ഷെ അവിടെ ഉള്ള കുഞ്ഞു കുഞ്ഞു മക്കൾ അവരെല്ലാവരും അവിടെ ക്രിക്കറ്റ് കളിയോ എന്തൊക്കെയോ കളിക്കുന്നു. എല്ലാവരും കാണുന്നുണ്ട് അവരെന്ന് കൂട്ടത്തോടെ നിന്ന് സംസാരിക്കുന്നതും കാര്യങ്ങളും. അവര് നമ്മളിവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോഴേക്ക് അവർ നോക്കുന്നുണ്ട്, അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അവർ ചിരിച്ച് കളിച്ച് അവരെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. നമ്മളങ്ങനെ ഇപ്പം കടലിൻ്റെ മറ്റൊരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അവർ ഇതൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ കടൽ ഭിത്തി ഉണ്ടാക്കിയിട്ട് ഒത്തിരി മറ്റു ഭാഗത്ത് നമ്മൾ കയറി നോക്കാൻ പോയായിരുന്നു. അങ്ങോട്ടൊന്ന് നടന്നു നോക്കാന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ. അത് കഴിഞ്ഞ് കൂടെ നടന്നു പോയാൽ ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ അത് എന്നാലും ഇപ്പോഴീ കടലൊക്കെ കയറി നിൽക്കുന്നുള്ളത് കൊണ്ട് വേറെ ആരും ഇല്ലല്ലോ. അതെ, ഇല്ല. അതുമല്ല എന്താണ് മൊത്തം വേസ്റ്റ് ആണല്ലേ, മൊത്തം വേസ്റ്റ് അടിഞ്ഞു കിടക്കുന്നു. കടലിന്റെ ഉള്ളിൽ നിന്നുള്ള വേസ്റ്റ് ആയിരിക്കും. വേസ്റ്റ് ആണോ ഇവരിനി ഇടുന്നതാണോ ഇതൊന്നും നമുക്കറിയത്തില്ല. അതായത് കണ്ട കുഞ്ഞു മക്കൾ കളിക്കുന്നത് പള്ളിയുടെ മുമ്പെയാണ്, അതായത് സെന്റ് തോമസ് ചർച്ചാണ്. അപ്പോൾ അതിന്റെ മുമ്പ് നിന്നാണ് അവർ ഈ കളികളെല്ലാം കളിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മളിന്ന് തിരിച്ചു പോവുകയാണ്. ഈ സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നല്ലേ. അങ്ങനെ കടലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇതിൽ വേറൊന്നും ഒരുപാട് സംസാരിക്കാനൊന്നും നമുക്കില്ല. പൂന്തുറയെ കുറിച്ച് സംസാരിക്കാൻ അറിയാവുന്നവരുണ്ടോ എന്നുള്ള അറിയത്തില്ല. നമുക്കെന്തായാലും ഒരുപാട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇത് സെന്റ് തോമസ് സെന്റ് തോമസ് ചർച്ചിന്റെ ചുറ്റുപാട് അവിടെ ഉള്ള കടൽ ഭാഗങ്ങൾ അതൊക്കെ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ നമ്മൾ പോയ സ്ഥലം എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോഴ് ഇത് സെന്റ് തോമസ് ചർച്ചിന്റെ കുരിശടിയാണല്ലേ. ഓക്കെ, നമ്മളിതിപ്പോ റോഡ് ഭാഗത്ത് പള്ളിയുടെ ബാക്ക് ഭാഗമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.